ഞങ്ങളും അങ്ങനെ പരിശീലനം തുടങ്ങി. വരുന്ന ഓണക്കാലത്തേക്ക് പരിപാടികൾക്ക് വേണ്ടിയുള്ള കഠിനമായ പരിശീലനം തന്നെയാണ്. ഞാനാണ് ആ പാടുന്നത്. ആ കമ്പ് അങ്ങനെ പിടിച്ചിരിക്കുന്നത് മൈക്കിൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ്. അത് കുറച്ച് നാളുകളായിട്ട് പാടുന്നുണ്ടെങ്കിൽ എപ്പോൾ പാടിയാലും പ്രാക്ടീസ് ചെയ്താലും മൈക്ക് പോലെ എന്തെങ്കിലും കൈ പിടിക്കുന്നതിൽ എൻ്റെ സ്വഭാവം തന്നെയാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാവരും വീടിനടുത്തുള്ളവരും പരസ്പരം അറിയാവുന്നവരും സുഹൃത്തുക്കളും തന്നെയാണ്. ഈ ഒരു നാടൻപാട്ട് സമിതി ഉടലെടുത്തിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തിന് മുകളിലായി. അന്ന് മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ ഓണ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ഉള്ളിലെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു കല അതിന്ന് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൂട്ടായ്മ ഇന്നും നിലനിന്ന് പോകുന്നു. ഒരുപാട് പേര് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തിലൊക്കെ ഞായറാഴ്ചകളിലും ഞങ്ങളിതുപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. ഈ സമിതിയിൽ ഇനി അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, പെൺകുട്ടികളടക്കമുണ്ട്. പെൺകുട്ടികൾക്കൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ വരാത്തത്. ഇത് ചെയ്യുന്ന വൈകുന്നേരമാണ്. അവർക്ക് ഓൾറെഡി നമ്മൾ പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അത് കൃത്യമായി അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പാട്ടുകൾ പാടുമ്പോൾ ഫുൾ എനർജിയിലേ പാടുന്നു. തൊണ്ടയൊക്കെ പൊട്ടാറുണ്ട്, തൊണ്ട പൊട്ടി വേദന എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓണത്തിന് ഞങ്ങൾ മാറ്റും. എല്ലാവരും ഒപ്പം ഉണ്ടാകണം, എല്ലാവരും സഹകരിക്കണം. നന്ദി, നമസ്കാരം.